ഹായ് ഗായ്സ്, നമ്മളിന്ന് ബാംഗ്ലൂരുള്ള ശിവാജി മാർക്കറ്റിൽ പോവാണ് കേട്ടോ. ഭയങ്കര ചീപ്പസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റാണ്. അങ്ങനെ കുറേ മാർക്കറ്റുണ്ട്. അതിലൊരെണ്ണമാണ് ശിവാജി നഗറിലുള്ളത്. നല്ല ട്രാഫിക്കാട്ടോ ഇവിടെ ഏത് സമയവും. അതായത് ബാംഗ്ലൂർ സിറ്റിയുടെ നടുക്കേക്ക് വരുമ്പോൾ ഫുള്ള് ട്രാഫിക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ അധികം ഷോപ്സ് ഉണ്ട്. നമുക്ക് രാവിലെ മുതൽ ഒരു ദിവസം ഫുള്ള് വന്നാലും ഇവിടെ കയറി ഇറങ്ങി പോകാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും കയറാൻ പറ്റില്ല. പിന്നെ ബാഗ്, ബുക്സ്, കുറേ സാധനങ്ങൾ നമുക്ക് വേണ്ടതെല്ലാനും ഉണ്ട് അവിടെ. ഭയങ്കര പ്രൈസ് കുറവാണ്. പക്ഷേ നമ്മൾ തിരഞ്ഞ് പിടിച്ച് നല്ലത് നോക്കി എടുക്കണം എന്ന് മാത്രം. ഡാമേജ് ഉള്ളതുണ്ടാവും, അല്ലാത്തതുണ്ടാവും. കറക്റ്റായിട്ട് നോക്കി നമ്മൾ എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. എല്ലാനും ഉണ്ട്. നമുക്ക് വേണ്ടത് എല്ലാ സാധനങ്ങളും അവിടെ ചെന്നാൽ കിട്ടും. പിന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇപ്പോൾ മാക്കിൻ്റെ ഒക്കെ ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ അതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ലോക്കലായിട്ടുള്ള സാധനങ്ങളും കാണാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ തിരഞ്ഞ് പിടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഹെയർ ആക്സസറീസ് ഉണ്ട് കേട്ടോ, കുറേ നല്ല ക്യൂട്ടായിട്ടുള്ളതുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ഡ്രസ്സ് കളക്ഷൻസ് ആണ് കേട്ടോ. ഫോർമൽസ് ഉണ്ട്, കാഷ്വൽസ് ഉണ്ട്, പല നല്ല നല്ല രസമുള്ള സാധനങ്ങളുണ്ട്. ഇയറിങ്സും ഡ്രസ്സസുമാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ ഉള്ളത്. ഇയറിങ്സൊക്കെ നമുക്ക് ഏതാ എടുക്കേണ്ടതെന്ന് അത്രയും കൺഫ്യൂഷനാണ്. സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് 30 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വലിയ വലിയ ജുമുക്ക സെറ്റിനൊക്കെ വെറും 100 രൂപയേ വരുന്നുള്ളൂ. അത് ഷോപ്പ് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും കേട്ടോ. പല ഷോപ്പിലും പല റേറ്റാണ്. പിന്നെ ഈ ബ്രാൻഡഡ് ഐറ്റംസ് കുറേ ഉണ്ട്. ഇപ്പോൾ കാണുന്നതൊക്കെ ബ്രാൻഡഡ് ഐറ്റംസാണ്. സെയറയിലത്തെയാണ് സാധനങ്ങളെല്ലാനും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് സെലക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ കോർസെറ്റിൻ്റെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ്. നല്ല മെറ്റീരിയലാണ്. ഈ കിടക്കുന്ന ഷർട്ട്സിനൊക്കെ വെറും 200 രൂപയേ ഉള്ളൂ. വെറും 200 രൂപ. പിന്നെ ഈ കുന്നുകൂട്ടി ഇട്ടേക്കുന്നതൊക്കെ 50 രൂപയേ ഉള്ളൂ കേട്ടോ. ഇതിൽ നമ്മൾ നോക്കി എടുക്കണം എന്ന് മാത്രം. അവിടെ 200, 250, 300 അങ്ങനെ റേഞ്ചാണ്. പിന്നെ ഞങ്ങൾ വേറെ ഷോപ്പിൽ കയറി. ഫുള്ള് ബേക്കറി, ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ എല്ലാവരും തേനിലിട്ട് വെച്ചേക്കാണ്. മറ്റേ വെളുത്തുള്ളി തേനിലിട്ട് വെച്ചേക്കുന്നത്. പിന്നെ എന്താ കിവി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ ഐറ്റംസ്. ഇത് നമ്മുടെ പാവക്കുട്ടികളുടെയൊക്കെ സ്ഥലമായിരുന്നു കേട്ടോ. അത് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പാടില്ല പറഞ്ഞു. ഇത് ഞങ്ങൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ്. നിങ്ങൾ സാധനങ്ങളൊക്കെ കണ്ടോ. ഒരു 3 മണി ടൈമായി ഞങ്ങൾ കഴിഞ്ഞപ്പോൾ. അപ്പോഴേക്കും തിരക്ക് വരുന്ന കണ്ടില്ലേ. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്പേഴ്സാണ്. ബസ്സിനെല്ലാവരും ഒരേ സ്ഥലത്തേക്ക് ഒരേ നമ്പറാണ്. ആ ബസ് നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ കയറുക ആ ബസ്സിൻ്റെ. പിന്നെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് പറഞ്ഞിട്ട് അവിടെ പറയുകയും ചെയ്യും, അവിടെ എഴുതിയും കാണിക്കും. ബാംഗ്ലൂർ സിറ്റിസണായിട്ടുള്ള ഗേൾസിന് എവിടെ വേണമെങ്കിൽ പോകാം കേട്ടോ. ബാംഗ്ലൂർ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ആധാർ കൊടുത്താൽ മതി. ഇതാണ് മാൾ ഓഫ് ഏഷ്യ. ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ടതാട്ടോ. ബസ്സിലിരുന്നപ്പോൾ കണ്ടപ്പോൾ എടുത്ത വീഡിയോ. ഇത്രയും ഞങ്ങൾ 3 ബാഗ് മേടിച്ചു. എല്ലാ ബാഗിനും 200 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ ഫോർമൽസ്, കാഷ്വൽസും മേടിച്ചു. പിന്നെ ഒരു ഷൂവും മേടിച്ചു. പിന്നെ